അനീഷയുടെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് DDP അന്വേഷണം നടത്തണം. അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകാനും നിർദ്ദേശം. വിവരങ്ങൾ രാജീവ് നൽകും. രാജീവ്, അനീഷയുടെ ആത്മഹത്യയിൽ ഏത് വിധത്തിൽ അന്വേഷണം കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനം? കൊല്ലത്തെ പരവൂർ കോടതിയിലെ APP അനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് DDP ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ആരെങ്കിലും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇവരുടെ കുടുംബം ഇതുമായി സംബന്ധിച്ച് പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഈ APP അനീഷ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയായിരുന്നു ഇവർ ശബ്ദ സന്ദേശം അയച്ചത്. ഈ വാട്സപ്പ് സന്ദേശത്തിലാണ് ഇവർ മാനസികമായി സമ്മർദ്ദത്തിലായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. ആ വാട്സപ്പ് സന്ദേശത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീവ്രമായ രീതിയിൽ തന്നെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലായിരുന്നു ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നത്. ഇവരുടെ മേൽ ഉദ്യോഗസ്ഥരും തന്റെ സഹപ്രവർത്തകരുടെയൊക്കെ മുന്നിൽ വെച്ച് മേലുദ്യോഗസ്ഥൻ ക്രൂരമായ രീതിയിൽ സംസാരിക്കുകയും അപമാനിക്കുകയുമൊക്കെ ചെയ്തതായും തന്റെ ഒപ്പമുള്ള ഈ ഓഫീസിലെ ഒരു ജീവനക്കാരൻ, അതായത് കോടതിയിൽ പോകുന്നതിനുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നിൽക്കുന്നു. ഇവിടെ കോടതിയിൽ പോകാതിരിക്കാനായി സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മേലുദ്യോഗസ്ഥൻ പീഡിപ്പിക്കുമായിരുന്നു. മാത്രമല്ല ഇവരെ സ്ഥലം മാറ്റുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡയറിയിലാണ് ഇത്തരത്തിൽ കുറിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വാട്സപ്പ് സന്ദേശത്തിന് അപ്പുറം ഡയറിയിൽ 19 പേജുള്ള ഡയറിയിലും ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഏറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ ഡയറി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ആത്മഹത്യക്കാണ് ആദ്യം കേസെടുത്തെങ്കിലും ഇപ്പോൾ ഇതൊരു വിവാദമായ സ്ഥിതിക്ക് കേസ് മറ്റു തലത്തിലേക്ക് നീങ്ങുകയാണ്. ശരി രാജീവ്.